നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ കയ്യിൽ ഇതേപോലത്തെ ചെറിയ മിക്സറുകളുണ്ടാവും. 4 ചാനലോ 6 ചാനലോ ഒക്കെ മിക്സറുകളുണ്ടാവും. പല മോഡലുകളിലുള്ള മിക്സറുകളുണ്ടാവും. നമ്മളതൊക്കെ ഉപയോഗിച്ച് പാട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ടാവും. പക്ഷേ ഈ മിക്സറിൽ നിന്ന് വരുന്ന ഔട്ട് നമുക്കൊരു മൊബൈൽ ഫോണിലേക്ക് ഓഡിയോ ആയോ വീഡിയോ ആയോ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നറിയാവുന്നവർ വളരെ ചുരുക്കം ആൾക്കാരാണ്. അപ്പോൾ ഈ മിക്സറിൽ നിന്ന് വരുന്ന ഓഡിയോ എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. അത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു ഡിവൈസ് വേണം. ഐറിഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഗിറ്റാറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഇത് നമ്മളിപ്പോൾ റെക്കോർഡിംഗ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും വാങ്ങിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കണക്ട് ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാനത് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ കണക്ട് ചെയ്യാം, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടത്, എങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു മിക്സറാണ്. ഇതൊരു 4 ചാനൽ മിക്സറാണ്. ഇതിൻ്റെ 4ഓ 6ഓ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കണക്ട് ചെയ്യാനായിട്ട് ഒരു അഡാപ്റ്റർ, അതിനുശേഷം ഒരു മൈക്ക്. ഇത് JTSൻ്റെ ഒരു മൈക്കാണ്. ഇതേപോലത്തെ ഒരു മൈക്ക്. ആ മൈക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കേബിള്. ഇതൊരു XLR കേബിളാണ്. XLR മെയിൽ ആൻഡ് ഫീമെയിൽ വരുന്നൊരു കേബിളാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ എടുത്തിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് വോക്സ് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഇതേപോലത്തെ ഒരു കേബിൾ വേണം. നമ്മൾ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഒരൊറ്റ ചാനൽ മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ, അതായത് ഈ മിക്സറിൻ്റെ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ നമുക്ക് ഔട്ട് എടുക്കാനായിട്ട് പറ്റും. നേരത്തെ കാണിച്ച കേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് റൈറ്റും കൂടെ എടുത്തിട്ട് ഒരു സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യാം. അതല്ല, നിങ്ങൾ ഈ റൈറ്റ് ചാനൽ മാത്രം ലെഫ്റ്റ് ചാനൽ മാത്രം എടുക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു കേബിൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം XLR മെയിലും ആൻഡ് ഫീമെയിലും വരുന്ന കേബിളാണ്. പക്ഷേ ഈ കേബിൾ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഇതേപോലത്തെ ഒരു കൺവെർട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതിവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കണക്ടർ അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്, ഇപ്പം ഞാൻ ഡൈനാടെക്കാണ് ഉപയോഗിക്കുന്നത്, അതിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ കേബിൾ തന്നെ ഒരറ്റത്ത് ഇതേപോലത്തെ പിന്ന് വരുന്ന കേബിളുണ്ട്. ഇതിൻ്റെ മെയിൽ പിന്ന് ഇങ്ങനെ വരിക, ഇപ്പുറത്തും മെയിലായിരിക്കും വരുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഡൈനാടെക്കിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കേബിളാണിത്. ഇനി നമുക്ക് വേണ്ടത് റെക്കോർഡിങ്ങിന് അത്യാവശ്യം വേണ്ടൊരു സാധനമാണ് ഐറിഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മോണോ റെക്കോർഡിംഗ് ആണ് സാധ്യമാകുന്നത്. സ്റ്റീരിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇതിൽ സാധ്യമല്ല. ഇനി ഇതും നമ്മുടെ മിക്സറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കേബിൾ വേണം. ഈ കേബിൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ രണ്ടറ്റവും ഇതേപോലെ ആയിരിക്കും. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പോർട്ട് ഇതിന് വേണം. ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ഒരു പോർട്ട് ഇതിന് വേണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ കഴിയുന്നത്. അത് ഈ ഐറിഗ് നോക്കുക, ഇത് നമ്മുടെ ഹെഡ്ഫോൺ പിന്ന് പോലത്തെ തന്നെ ഒരു പിന്നാണ്. അപ്പോൾ ഇത് നമുക്ക് അവിടേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോൺ C ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ 3.5 mm നിന്ന് സിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺവേർട്ടർ കിട്ടും. ആ കൺവേർട്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് C പോർട്ട് വരുന്ന മൊബൈൽ ഫോണുകളിലേക്ക് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഔട്ട് സ്പീക്കർ കൊടുക്കുന്നില്ല, നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ട് പാട്ട് പാടാനായിട്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഹെഡ്സെറ്റ് വേണം. ആ ഹെഡ്സെറ്റ് നമുക്ക് ഈ ഐറിഗിൻ്റെ ഈ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഹോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു പോർട്ടിലേക്ക് നമുക്ക് ഈ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം എങ്ങനെ കണക്ഷൻ കൊടുക്കാം എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ മിക്സറിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യണം. അതിൻ്റെ പുറകുവശത്താണ് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള സ്ഥലമുള്ളത്. അവിടെ ഇത് കണക്ട് ചെയ്തു. ഇത് നമ്മളിതിൻ്റെ പവർ അഡാപ്റ്റർ. ഈ അഡാപ്റ്റർ നമ്മൾ സപ്ലൈയിൽ കണക്ട് ചെയ്തു. ഇപ്പം ഞാനത് ഓണാക്കിയിട്ടില്ല. ബാക്കി കണക്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഓണാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മൈക്കിൻ്റെ കേബിളാണ്. മൈക്കിൻ്റെ കേബിൾ നമ്മൾ ഈ ഒരു XLR പോർട്ടിലേക്ക് കണക്ട് ചെയ്തു. നിങ്ങൾക്ക് ഫോണോ പിന്നെ ഇതുപോലത്തെ പിന്നുള്ള മൈക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് കണക്ട് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന XLR ആയതുകൊണ്ട് ഞാൻ ഈ XLR ഇവിടെ കണക്ട് ചെയ്യുന്നു എന്ന് മാത്രം.
അപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ആ കേബിളിൻ്റെ മറ്റേ അറ്റം നമ്മുടെ മൈക്കിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളത് മൈക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡൈനാടെക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സ്പീക്കറിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ കേബിളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരെണ്ണം കണക്ട് ചെയ്തു, മറ്റേത് റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്തു. ഈ പിന്ന് ഇതിൻ്റെ മറ്റേ അറ്റത്ത് വരുന്ന ഈ പിന്ന് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. വലിയ സ്പീക്കറുകളൊന്നും വീട്ടിലില്ല, ചെറിയ സ്പീക്കറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കേബിൾ എങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് നോക്കുക, ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിൻ്റെ ഓക്സ് കണക്ടിവിറ്റിക്കുള്ള പോർട്ടാണിത്. ഇവിടേക്ക് നമുക്ക് ഈ കേബിൾ കണക്ട് ചെയ്യാം. അപ്പം ലെഫ്റ്റ് റൈറ്റ് ചാനലും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു ചാനൽ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ സ്റ്റീരിയോ ആയിട്ടുള്ള ഓഡിയോ ആണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഓഡിയോയുടെ റൈറ്റ് ചാനൽ മാത്രമായിരിക്കും നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഞാൻ ഡൈനാടെക്കിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ റൈറ്റ് ചാനൽ മാത്രമാണ്. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് കേൾക്കാൻ കഴിയുന്ന ഈ റൈറ്റ് ചാനലിൽ വരുന്ന ഓഡിയോ മാത്രമായിരിക്കും കേൾക്കുന്നത്. ഞാനിപ്പോൾ ഡൈനാടെക്കിലോട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തൽക്കാലം ഞാനിത് ഇവിടുന്ന് ഊരി മാറ്റുവാണ്. ഈ റൈറ്റ് ചാനലിലേക്ക് ഈ കൺവെർട്ടർ ഞാൻ കണക്ട് ചെയ്തു. ഇനി അടുത്ത നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ കേബിളാണ്. ഈ കേബിൾ നമ്മൾ മിക്സറിൻ്റെ ഹെഡ്ഫോൺ എന്നെഴുതിയിരിക്കുന്ന ആ സ്ഥലത്താണ് കണക്ട് ചെയ്യുന്നത്. അതവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ കാരണം ഹെഡ്ഫോണിന് സെപ്പറേറ്റ് ഒരു കൺട്രോളുണ്ട്. ആ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുന്ന വോളിയത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ റെക്കോർഡ് ഔട്ട് എന്നുള്ള പോർട്ട് ഉപയോഗിച്ചും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മറ്റേ സൈഡ് നമ്മുടെ ഐറിഗിൻ്റെ ഈ ഒരു പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് മറ്റേ സൈഡ്. ഇത് നമ്മൾ ഈ ഒരു പോർട്ടിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇത് കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ മൊബൈൽ ഫോൺ. അതിൻ്റെ ഈ ഹെഡ്ഫോൺ പോർട്ടിലേക്ക് നമ്മുടെ ഈ ഒരു ഭാഗം കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ആ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഹെഡ്ഫോണിൻ്റെ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വോയിസ് റെക്കോർഡർ എടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ വോയിസ് റെക്കോർഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സറും ബാക്കി സാധനങ്ങളെല്ലാം ഒന്ന് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന്. ഇപ്പോൾ ഞാൻ ഈ മിക്സർ ഓൺ ആക്കുവാണ്. ഇവിടെ മിക്സർ ഓൺ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് മറ്റൊരു ഫോണിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു കരോക്കെ ഇതിനകത്തൊന്ന് പ്ലേ ചെയ്തിട്ട് പാടി കേൾപ്പിക്കാം. ഇവിടെ ബ്ലൂടൂത്ത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ 3-4 ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുക. 3-4 ചാനൽ അല്ലെങ്കിൽ MP3. ഇത് മുകളിലോട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ 3-4 ചാനലായിരിക്കും വർക്ക് ചെയ്യുന്നത്. താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ MP3 ആയിരിക്കും. അത് നമ്മളിവിടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൂടൂത്തിൽ നിന്ന് വരുന്ന ഓഡിയോ കേൾക്കണമെങ്കിൽ ഇത് താന്നിരിക്കണം. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് വരുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ ഗെയിനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ മിക്സറിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റെക്കോർഡിങ്ങിനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണും ഈ അരികെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിൽ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ മൈക്കിലൂടെ സംസാരിക്കുന്ന വോയിസ് ഇതിൽ റെക്കോർഡാവും. അപ്പോൾ ഈ വീഡിയോടൊപ്പം ഞാൻ ഈ റെക്കോർഡാകുന്ന ഫയലായിരിക്കും എഡിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിതൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഹലോ ചെക്ക് ഹലോ. ഈ ശബ്ദം വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ എടുത്തത് ഒരു ഫോണിലാണെങ്കിലും റെക്കോർഡ് ചെയ്തത് മറ്റൊരു ഫോണിലാണെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റെക്കോർഡ് ചെയ്ത ഫയൽ ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം വേണ്ട, നമ്മുടെ ഈ ചെറിയ മിക്സറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ മൊബൈൽ ഫോണിൽ തന്നെയാണ് ഈ വോയിസ് റെക്കോർഡായിരിക്കുന്നത്. ഇനി ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് പാടി കാണിക്കാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാക്കുഴലിൻ കഥ പറയാം. ഇനി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനാണെങ്കിലും ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. ഇതിൻ്റെ ക്യാമറ നമ്മൾ ഓണാക്കുക. ക്യാമറ ഓണാക്കിയിട്ട് വീഡിയോ മോഡിലേക്ക് സ്വിച്ച് ചെയ്ത്, ഇപ്പം ബാക്ക് ക്യാമറ ആയതുകൊണ്ടാണ് കറുത്തിരിക്കുന്നത്, ഞാൻ ഫ്രണ്ട് ക്യാമറ ആക്കാം. അപ്പം ഞാൻ ഫോൺ പിടിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ മൈക്ക്. ഇനി ഞാനിവിടെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. റെക്കോർഡ് കൊടുത്തു. ഇനി ഞാൻ വോയിസ് പ്ലേ ചെയ്യുവാണ്. ഹലോ ഹലോ. ഞാനിപ്പോൾ മൈക്കിൽ കൂടെ സംസാരിക്കുന്നത് ഈ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ആകുന്നുണ്ട്.
അപ്പോൾ ആ റെക്കോർഡായ ഫയല് ഞാനൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ, ഞാനിപ്പോൾ മൈക്കിൽ കൂടെ സംസാരിക്കുന്നത് ഈ മൊബൈൽ ഫോണിൽ റെക്കോർഡാവുന്നുണ്ട്. അപ്പോൾ ആ റെക്കോർഡായ ഫയല് ഞാനൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കണക്ഷനുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു മൊബൈൽ ഫോണിൽ നിങ്ങളുടെ വോയിസ് ട്രാക്ക് ഉൾപ്പെടെ റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ഇതറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.